അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ശ്രേഷ്ഠമായ നമസ്കാരമാണ് തസ്ബീഹ് നമസ്കാരം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു സത്യവിശ്വാസി അവൻ അനുഷ്ഠിച്ചിരിക്കേണ്ട അമലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയും പാപമോചനത്തിന് ഹേതുവാണ് എന്ന് പ്രവാചകർ പറഞ്ഞത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്കെല്ലാവർക്കും വിവരിച്ചു നൽകുകയും ചെയ്തിട്ടുള്ള ശ്രേഷ്ഠമായ അമലാണ്. 4 റക്അത്താണ് തസ്ബീഹ് നമസ്കാരം. പകൽ നമസ്കരിക്കുമ്പോൾ 4 റക്അത്തായും രാത്രിയിൽ നമസ്കരിക്കുമ്പോൾ ഈ 2 റക്അത്തായും നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക. തസ്ബീഹ് നമസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് കൈകെട്ടിയാൽ ഉടനെ വജ്ഹത്ത് ഓതി ശേഷം ഫാത്തിഹയും സൂറത്തും ഓതിയതിന് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം എന്ന ദിക്ർ 15 പ്രാവശ്യം ചൊല്ലുക. ശേഷം റുകൂയിലും ഇഅ്തിദാലിലും സുജൂദിലും ഇടയിലുള്ള ഇരുത്തത്തിലുമെല്ലാം അവിടെ ചൊല്ലേണ്ടുന്ന ദിക്റുകൾക്ക് ശേഷം മേൽ പറയപ്പെട്ട ദിക്ർ 10 പ്രാവശ്യം ആവർത്തിക്കുകയും 1-ാമത്തെ റക്അത്തിൽ നിന്ന് 2-ാമത്തെ റക്അത്തിലേക്ക് ഉയരുമ്പോഴുള്ളതാകുന്ന തക്ബീർ ചൊല്ലി ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരുന്ന് 10 പ്രാവശ്യം അവിടെ ഈ പറയുന്ന തസ്ബീഹ് ചൊല്ലി പിന്നീട് തക്ബീർ കൂടാതെ എഴുന്നേറ്റ് വന്ന് കൈകെട്ടി ഫാത്തിഹയും സൂറത്തും ഓതിയതിനു ശേഷം മേൽ പറയപ്പെട്ടതാകുന്ന തസ്ബീഹ് 15 പ്രാവശ്യവും റുക്കോയിലും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും അവിടെ ചൊല്ലേണ്ടുന്ന ദിക്റുകൾക്ക് ശേഷം 10 പ്രാവശ്യവും ചൊല്ലി അവസാനം അത്തഹിയ്യാത്തിലേക്ക് ഇരുന്നാലുടനെ 10 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലിയതിന് ശേഷം അത്തഹിയ്യാത്തും സ്വലാത്തും ദുആവും ചെയ്തുകൊണ്ട് സലാം വീട്ടുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓതേണ്ടുന്ന സുന്നത്തായ സൂറത്തുകൾ 1-ാമത്തെ റക്അത്തിൽ സൂറത്തു തകാസുറും, 2-ാമത്തേൽ വൽ അസ്ർ സൂറത്തും, 3-ാമത്തേൽ സൂറത്തുൽ കാഫിറൂനയും, 4-ാമത്തേൽ സൂറത്തുൽ ഇഖ്ലാസുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നമസ്കാരം നിർവഹിക്കുന്നതിലൂടെ പാപമോചനം